Good morning, students. In this class, we will nucleus. The atomic nucleus was discovered in 1911 by Rutherford. അദ്ദേഹത്തിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് വഴിയാണ് ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറി എന്ന് തന്നെ പറയുന്നത്. നമുക്കറിയാം, ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാകും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് അകത്ത് ആരൊക്കെ ഉണ്ടാകും? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അതിന് ഞാൻ പി എന്നും എൻ എന്നും കാണിച്ചു. ഓക്കെ, എ പ്രോട്ടോൺ ഹാസ് പോസിറ്റീവ് ചാർജ് ഓഫ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് ദാറ്റ് ഓഫ് ദി ഇലക്ട്രോൺ. ഇലക്ട്രോണിന് ഇ എന്ന് കൊടുക്കാം. This proton and electron have the same magnitude of charge. Okay, same charge of same magnitude as that of the electron. ഇനി ന്യൂട്രോണിൻ്റെ കേസ് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇനി പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കമ്പൈൻ ചെയ്ത് നമുക്കൊരു മറ്റൊരു പേരിൽ വിളിക്കാം, ന്യൂക്ലിയോൺസ്. ദേ ആർ കോൾഡ് ന്യൂക്ലിയോൺസ്. ഓക്കെ, ഇനി പ്രോട്ടോണിൻ്റെ നമ്പറുണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇനി എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്കിമാറ്റിക്കലി ബൈ ദി സിമ്പിൾ, ദാറ്റ് ഈസ് എക്സ് ഇസഡ് എ, വേർ ഇസഡ് ഈസ് ദി അറ്റോമിക് നമ്പർ and A is the mass number. Okay, atomic number എന്ന് പറഞ്ഞാൽ എന്താണ്? It indicates the number of protons. Whereas mass number, it indicates total number of the protons plus neutrons. Proton plus neutron. Total number of the protons plus neutrons. What is the X? It is the chemical symbol of the species. It is the chemical symbol of the species. Okay. ഇനി ഇതിനകത്ത് പ്രോട്ടോണിൻ്റെ നമ്പർ നമുക്കറിയാം. പ്രോട്ടോണിൻ്റെ നമ്പർ അറിയാം, പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ നമ്പർ അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ന്യൂട്രോണിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്? അതിന് നമുക്ക് എൻ എന്ന് കൊടുക്കാം. എൻ മീൻസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഈ ഒരു ടേമിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം. ഇത് എന്ന് പറഞ്ഞത് പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ നമ്പറാണ്. ഇത് അറ്റോമിക് നമ്പർ ഈസ് ഇറ്റ്സെൽഫ് ദ നമ്പർ ഓഫ് ദ പ്രോട്ടോൺസ് ഓൺലി. സോ വാട്ട് അബൌട്ട് ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് A minus Z. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ക്ലോറിൻ ന്യൂക്ലിയസിൻ്റെ 1735. ഇവിടെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? Z ഈക്വൽ ടു 17, A ഈക്വൽ ടു 35. ദാറ്റ് ഈസ് ദി മാസ് നമ്പർ. Z17 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം. ദാറ്റ് ഈസ് 17 പ്രോട്ടോൺസ് ആണ് ക്ലോറിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ളത്. എ എന്ന് പറഞ്ഞത് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എൻ കണ്ടുപിടിക്കാൻ പറ്റും. എൻ ഈക്വൽ ടു 35 മൈനസ് 17. ദാറ്റ് ഈസ് 18 ന്യൂട്രോൺസ്. ഓക്കെ, ഈ ഒരു ഐഡിയ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ന്യൂക്ലിയസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഐസോടോപ്സ്, ദെൻ ഇവിടെ താഴെ എഴുതാം ഐസോബാർസ്, ദെൻ isotones, then isomers,
then mirror nuclei. Okay, ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. Isotope. These are the nuclei with same atomic number Z but different mass number A. Same Z, different mass number. Different mass number A. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സിലിക്കൺ 1428, സിലിക്കൺ 1429, സിലിക്കൺ 1430, ഇതേപോലെ തന്നെ സിലിക്കൺ 1432. These are the isotope of the element silicon. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. All have the same number of the atomic number, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയാം, all contain the same number of protons but different number of neutrons. എല്ലാത്തിൻ്റെ മാസ് നമ്പർ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും ന്യൂട്രോണിൻ്റെ നമ്പറിനാണ് അവിടെ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? The nuclear charge is what is ultimately responsible for the characteristic properties of an atom. So, all the isotopes of an element have identical chemical behavior but differ physically only in mass. ഇനി അടുത്തൊരു കാറ്റഗറി നോക്കാം, ഐസോബാർ. ഐസോബാറിൻ്റെ കേസിൽ സെയിം മാസ് നമ്പർ എ and different atomic number Z. They are called isobars. ഒരു എക്സാമ്പിൾ നോക്കാം, ഓക്സിജൻ 1816, അതേപോലെ തന്നെ നൈട്രജൻ 716. ഇതൊരു ഐസോബാറിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ രണ്ട് എലമെൻറ്റിന് സെയിം നമ്പർ ഓഫ് മാസ് നമ്പറും പക്ഷേ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ദി അറ്റോമിക് നമ്പർ, അതായത് അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ നമ്പറിന് വ്യത്യാസമുണ്ട്. Isobars are the atoms of different elements and have different physical and chemical properties. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഐസോട്ടോൺ. ഓക്കെ, ഐസോട്ടോൺ മീൻസ് it is the nuclei which equal number of neutrons, which have equal number of neutrons. അതായത് സെയിം n വാല്യൂ. ദേ ആർ കോൾഡ് ഐസോട്ടോൺസ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ, കാർബൺ 6 14, നൈട്രജൻ 7 15, ഓക്സിജൻ 8 16. ഈ മൂന്ന് എലമെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ കേസിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 14 - 6, that is equal to 8. Here also 8 and here also 8. So in each case the number of neutron is same. So they are isotones. ഓക്കെ, മറ്റൊരു കാറ്റഗറിയാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഐസോമെറിക് ന്യൂക്ലിയൈ എന്നും പറയാറുണ്ട്. ഐസോമെറിക് ന്യൂക്ലിയൈ. ഇവിടെ പ്രത്യേകത എന്താണ്? ദീസ് ആർ ദ ആറ്റംസ് വിച്ച് ഹാവ് സെയിം ഇസഡ് ആൻഡ് സെയിം എ ആൻഡ് സെയിം എ. അപ്പോൾ പിന്നെ വ്യത്യാസം എന്തിലായിരിക്കും? സെയിം ഇസഡ് ഉണ്ട്, സെയിം എ മാസ് നമ്പർ ഉണ്ട്, സെയിം അറ്റോമിക് നമ്പർ ഉണ്ട്, സെയിം മാസ് നമ്പർ ഉണ്ട്. ബട്ട് ഡിഫർ ഫ്രം വൺ അനദർ in their nuclear energy states. Differ from one another in their nuclear energy states and exhibit difference in their internal structure only. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഇന്റേണൽ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിൻ്റെ ഈ രണ്ട് എലമെൻറ്റിൻ്റെയും ലൈഫ് ടൈമിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ പറയാനാണെങ്കിൽ കോബാൾട്ട് 58,
അതേപോലെ തന്നെ മറ്റൊരു കോബാൾട്ട് ഒരു 58M. ഇത് കാണിക്കുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. രണ്ടും സെയിം ഇസഡ് ആയിരിക്കും, സെയിം മാസ് നമ്പർ ആയിരിക്കും. ഓക്കെ, കോബാൾട്ട് 58ന് ലോവർ എനർജി ഐസോമേഴ്സ് എന്ന് പറയാം. കോബാൾട്ട് 58M, ദാറ്റ് ഈസ് ദ മെറ്റാസ്റ്റേബിൾ. എം എന്ന് കാണിക്കുന്നത് മെറ്റാസ്റ്റേബിളിനെയാണ്. മെറ്റാസ്റ്റേബിൾ, they are the higher energy isomers. Both have the same atomic number and same mass number, but difference only in the lifetime. Difference in lifetime. Okay, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഗറിയാണ് മിറർ ന്യൂക്ലിയൈ. The nuclei have same number of mass number with protons and neutron number interchanged. അതായത് ഒരെണ്ണത്തിൻ്റെ പ്രോട്ടോൺ നമ്പർ മറ്റേ എലമെൻ്റ് ന്യൂട്രോൺ നമ്പറും ആ എലമെൻ്റ് ന്യൂട്രോൺ നമ്പർ അടുത്ത എലമെൻ്റ് പ്രോട്ടോൺ നമ്പറും ആയിരിക്കും. അതായത് പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ അതിൻ്റെ നമ്പർ വാല്യൂ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ അത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ നമ്പർ are interchanged. They are interchanged. Okay, എക്സാമ്പിൾ പറയാനാണെങ്കിൽ Be47, അതേപോലെ തന്നെ മറ്റൊരു എലമെൻ്റ് എടുക്കാം Li37. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ. ഇവിടെ പ്രോട്ടോൺ നമ്പർ എത്രയായിരുന്നു? Z is equal to, that is the number of the protons, that is 4. ന്യൂട്രോണിൻ്റെ നമ്പർ എന്ത് കിട്ടും? 7 minus 4, that is 3. Here the case, Z equal to 3 and N equal to 4. Here number of proton എന്ന് പറഞ്ഞത് ഇവിടെ number of ന്യൂട്രോണും ഇവിടുത്തെ number of neutron എന്ന് പറഞ്ഞത് ഇവിടുത്തെ number of protons ആയിരിക്കും. So they are mirror nuclei. ഇനി നമുക്ക് ഈ ന്യൂക്ലിയസിൻ്റെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഒരു ജനറൽ പ്രോപ്പർട്ടീസ് ഒന്ന് നമുക്ക് നോക്കാം. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. തുടങ്ങുന്ന ആദ്യം തന്നെ നമുക്ക് ന്യൂക്ലിയസിൻ്റെ സൈസ് എന്താണെന്ന് അത് നോക്കാം. എന്തുമാത്രം ഉണ്ടാകും ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് ഒരു ആറ്റത്തിൻ്റെ സൈസ് ദാറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻10 മീറ്റർ. 10⁻⁻10 മീറ്റർ എന്ന് പറയുമ്പോൾ 1/10⁻10, ദാറ്റ് ഈസ് 0.000, ഒരു 9 പൂജ്യം ഉണ്ടാകും, ഒരു 1 ഉണ്ടാകും. പക്ഷേ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 10⁻⁻14 10⁻⁻15 മീറ്ററിനും ഇടയ്ക്കായിരിക്കും. അതായത് 1/10⁻, സപ്പോസ് 15 എടുക്കാൻ 10⁻15 ആണെങ്കിൽ 0.000, ഒരു 14 പൂജ്യം, ഒരു 1 ഉണ്ടാകും. അപ്പോൾ എന്തുമാത്രം ആറ്റത്തിനേക്കാൾ എന്തുമാത്രം ചെറുതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി. സോ ദ ന്യൂക്ലിയസ് ഈസ് about 10,000 times smaller in radius than the atom. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ്, ഇതെങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും? റേഡിയസ് നമുക്ക് നോക്കാം. R equal to R0 A⁻1/3. ഇതാണ് ന്യൂക്ലിയർ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ന്യൂക്ലിയർ റേഡിയസ് ഇതിനകത്ത് A എന്ന് പറഞ്ഞത് എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് ദ മാസ് നമ്പർ. ഇനി R0 എന്ന് പറഞ്ഞത് എന്താണ്? R0 equal to 1.3 10⁻⁻15 മീറ്റർ. കുറച്ചും കൂടി നമുക്ക് 1.3 ഫെർമി മീറ്റർ എന്ന് പറയാം. Okay, so the nuclei are so small that the Fermi meter, that is Fermi, that is the appropriate unit of the length. 1 Fermi meter എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10⁻⁻15 മീറ്റർ. നമുക്കൊരു എക്സാമ്പിൾ വൈസ് നോക്കാം. ഇപ്പോൾ കാർബൺ 612ൻ്റെ ആണെങ്കിൽ എങ്ങനെ നമുക്ക് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ സാധിക്കും? ദാറ്റ് ഈസ് R equal to R0 എന്താണെന്ന് നമുക്കറിയാം.
1.3 ഫെർമി മീറ്റർ. നമുക്ക് ഫെർമി മീറ്റർ എന്ന് തന്നെ എഴുതാം. ഇനി a raised to 1/3, a എന്ന് പറഞ്ഞ മാസ് നമ്പർ, ദാറ്റ് ഈസ് 12 raised to 1/3, ഏകദേശം ഒരു 3 ഫെർമി മീറ്റർ കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കണക്റ്റഡ് ആയിട്ട് ചോദിക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തരുവാണെങ്കിൽ, സപ്പോസ് റേഡിയസ് ഓഫ് ദിസ് എലമെൻറ്റ്, ഈ ഒരു എലമെൻറ്റിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അത് ഒരു 7.731 ഫെർമി മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഹീലിയം 4, ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഒരു എലമെൻറ്റ് റേഡിയസ് എത്രയാണെന്ന് തന്നു, അടുത്ത ന്യൂക്ലിയസിൻ്റെ അടുത്ത എലമെൻറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. ജസ്റ്റ് ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ആളുടെ റേഡിയസിനെ നമുക്ക് R1 എന്ന് പറയാം. അടുത്ത ആളുടെ അറിയില്ല, നമുക്ക് R2 എന്ന് കൊടുക്കാം. R1 ഡിവൈഡഡ് ബൈ R2 ഈക്വൽ ടു R0 a raised to 1/3 ഡിവൈഡഡ് ബൈ R0 a raised to 1/3. ആദ്യത്തെ എലമെൻറ്റിന് A1 എന്നും രണ്ടാമത്തെ എലമെൻറ്റിന് A2 എന്നും കൊടുക്കാം. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. A1 ബൈ A2 ഹോൾ raised to 1/3. ഓക്കെ, ഇതിൽ നിന്ന് R2 എങ്ങനെ കണ്ടുപിടിക്കാം? R2 ഈക്വൽ ടു R1 ഇൻറ്റു A2 A1 ഹോൾ raised to 1/3. ദാറ്റ് ഈസ് R1 A2 എത്രയായിരുന്നു? ഇതിൻ്റെ ഈ ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞത് 4, ഇതിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞത് 165 ഹോൾ raised to 1/3. ഇത് ഏതാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എത്ര കിട്ടുമെന്ന് നോക്കുക. ഏതാണ്ട് ഒരു 2.2 സംതിങ് കിട്ടും ഫെർമി മീറ്റർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി സൈസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന് എന്തുമാത്രം സൈസ് ഉണ്ട്, അതായത് ഫെർമി ഓർഡറിലായിരിക്കും അതിൻ്റെ സൈസ്. ഇനി ന്യൂക്ലിയസിൻ്റെ മാസ് എന്താണെന്ന് നോക്കിയാലോ. മാസ് എന്ന് നോക്കുമ്പോൾ അത് കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. മാസ് ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞത് പ്രോട്ടോണിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളത് അസ്യൂം ചെയ്യുവാണ്. നമുക്ക് എഴുതാം അസ്യൂംഡ് ന്യൂക്ലിയർ മാസ്. അസ്യൂംഡ് ന്യൂക്ലിയർ മാസ് ഈക്വൽ ടു പ്രോട്ടോൺ നമ്പറുണ്ട്, ന്യൂട്രോൺ നമ്പറുണ്ട്. എത്രയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ പ്രോട്ടോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഇനി ന്യൂട്രോണിൻ്റെ കേസ് വരുമ്പോൾ അത് നമുക്ക് n എന്ന് കൊടുക്കാം. ന്യൂക്ലിയർ മാസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോട്ടോണിൻ്റെയും മാസിൻ Z×mp ഉണ്ട്. അതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെ മാസിൻ്റെ കൂടി ഒരു സമ്മേഷൻ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്ന ന്യൂക്ലിയറിൻ്റെ മാസ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. ഇനി എക്സ്പെരിമെൻ്റലി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനുവേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. മാസ് സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞ സ്പെക്ട്രോമീറ്റർ. ഓക്കെ, മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ന്യൂക്ലിയസിൻ്റെ മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് റിയൽ ന്യൂക്ലിയർ മാസ് കിട്ടും. റിയൽ ന്യൂക്ലിയർ മാസ് ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, റിയൽ ന്യൂക്ലിയർ മാസ് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടുപിടിച്ച അസ്യൂംഡ് ന്യൂക്ലിയർ മാസിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ZMP പ്ലസ് NMN സ്മോൾ ലെറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, റിയൽ ന്യൂക്ലിയർ മാസ് എന്ന് പറഞ്ഞത് ടോട്ടൽ നമ്പറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ZMP പ്ലസ് NMN മൈനസ് റിയൽ വാല്യൂ, റിയൽ ന്യൂക്ലിയർ മാസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്, ഇത് മൈനസ് ഇത്, ഏതോ ഒരു ക്വാണ്ടിറ്റി അവിടെ കുറവുണ്ട്. ആ ക്വാണ്ടിറ്റീനെ നമുക്ക് മാസ് ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് മാസ് കണ്ടുപിടിച്ചു, സൈസ് അറിയാം. ഇനി ന്യൂക്ലിയസിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ന്യൂക്ലിയസിൻ്റെ വോളിയം 4/3 πr³ ഒരു സ്ഫിയറാന്ന് നമ്മൾ അസ്യൂം ചെയ്തു. 4/3 πr³. R നമുക്കറിയാം 4/3 π R0 a raised to 1/3 whole cube
definitely we will get pi r0 cube a. That is depends upon the mass number. ഇനി മാസ് അറിയാം, വോളിയം അറിയാം, നമുക്ക് അതിൻ്റെ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാം. രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി കിട്ടും. ന്യൂക്ലിയസിന് എന്തുമാത്രം ഡെൻസിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ന്യൂക്ലിയസിൻ്റെ ചാർജ് അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ന്യൂക്ലിയസിൻ്റെ ചാർജ്, ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയസിന് എങ്ങനെയായിരിക്കും ചാർജ് വരുന്നത്? ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അതിനകത്ത് ന്യൂട്രോൺ എന്ന് പറഞ്ഞത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ ചാർജ് ഉള്ള ഒരാൾ എന്ന് പറഞ്ഞത് പ്രോട്ടോൺ ആണ്. സോ ദ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ഡ്യൂ ടു ദ പ്രോട്ടോൺസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ഒരു പ്രോട്ടോണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 1.6 10⁻⁻19 കൂളം. സോ nuclear charge is Ze, where Z is the atomic number of the nucleus. E എന്ന് പറഞ്ഞത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, അത് തന്നെയാണ് പ്രോട്ടോൺ. ദെയർ മാഗ്നിറ്റ്യൂഡ് ദേ ആർ സെയിം. ഓക്കെ, ഇനി ഇസഡ് ഒരു ചാർജ് അറിയാം, ഇസഡ്. അപ്പോൾ അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? അതിനും എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. എക്സ്റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. എക്സ്റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സും അതേപോലെ തന്നെ ഫോഴ്സസും ബൈൻഡിങ് എനർജീനെ പറ്റിയൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, താങ്ക് യു.